ദുൽമ ചെയ്യുന്നത്. മനുഷ്യൻ മണ്ണിന് വേണ്ടി സംസ്കാരം മറന്നുപോവുകയും മനുഷ്യന്റെ നല്ല ഗുണങ്ങളും സ്വഭാവങ്ങളും മറന്നുപോവുകയും പൈസയ്ക്ക് വേണ്ടി, കാശിന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി സ്വന്തം മാതാപിതാക്കളോടുള്ള ചോരബന്ധം പോലും മുറിച്ചു കളയുന്ന ആധുനിക ലോകത്തെ ചെറുപ്പക്കാർ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്ന് കേൾക്കണമേ. അല്ലാഹുവിന്റെ ലോകം നീതിയുള്ള ലോകമാണ്. ആകാശ ലോകങ്ങളെ സന്തുലിതാവസ്ഥയിൽ ഉയർത്തിവെക്കുകയും ഭൂമിയിൽ നീതിയുടെ തുലാസ് നാട്ടുകയും ചെയ്തവനാണ് അല്ലാഹു. ഇവിടെ നീതി വേണം. ന്യായവും അന്യായവും വേർതിരിച്ച് മനസ്സിലാക്കണം. മുസ്ലിം ന്യായത്തിന്റെ കൂടെയാണ്, അന്യായത്തിന്റെ കൂടെയല്ല. മഹാനായ ജാബിർ ഇബ്നു സമ്റ റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്ത് കൂഫയുടെ ഭരണാധികാരിയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് എന്നവരെ സംബന്ധിച്ച് കൂഫക്കാർക്കൊരു പരാതി. ഉമർ തങ്ങളോട് പരാതി പറഞ്ഞു. എന്താ പരാതി എന്നറിയോ? ഉമർ എന്നവരെ, സഅദ് എന്നവർക്ക് മര്യാദക്ക് നിസ്കരിക്കാൻ പോലും വയ്യ. മര്യാദക്ക് നിസ്കരിക്കാൻ പോലും വയ്യ. ആരെപ്പറ്റി? ഹബീബിന്റെ സ്വഹാബിയെ സംബന്ധിച്ച്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ അബാ ഇസ്ഹാഖ്, സഅദ് എന്നവരെ, ഇന്ന ഹൗലാഇ യസ്ഉമൂന അന്നക ലാ തുഹ്സിനു തുസല്ലി. സഅദേ, നിങ്ങൾക്ക് നിസ്കരിക്കാൻ പോലും അറിയില്ല എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. സഅദേ, എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് ചോദിച്ചു. അത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാ അന വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഫഇന്നീ കുൻതു ഉസല്ലി ബിഹിം സ്വലാത്ത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചത് എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 2 റക്അത്തുകൾ ദീർഘമാണ്, അവസാനത്തെ 2 റക്അത്തുകൾ ലളിതമാണ്, ലഘുവാണ്, ദൈർഘ്യമില്ലാത്തതാണ്. 4 റക്അത്ത് നിസ്കരിക്കുമ്പോ ആദ്യത്തെ 2 റക്അത്തുകൾ ദീർഘമാക്കും, അവസാനത്തെ 2 റക്അത്തുകൾ ചുരുക്കും, ദീർഘം കുറവായിരിക്കും. ഫാത്തിഹ മാത്രമല്ലേ ഓതുന്നത്. ഇതാണ് ഉമർ എന്നവരെ എനിക്കവർ പറയുന്ന കുറ്റം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെയല്ലാതെ മറ്റൊന്നും ഞാൻ അവിടെ ചെയ്യുന്നില്ല. അത് തങ്ങളെ പറ്റി ഉമർ തങ്ങൾ പറഞ്ഞു, ഷാദേ, അത് തന്നെയാണ് എനിക്കും നിങ്ങളെപ്പറ്റി അറിയാനുള്ളത്. പക്ഷേ ചില ആളുകൾ, ഉമർ തങ്ങൾ 1-2 ആളുകളെ പറഞ്ഞു വിട്ട് കൂഫക്കാരോട് മുഴുവനും ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. കൂഫക്കാരോട് ചോദിച്ചു, എല്ലാ പള്ളികളിലും കയറിയിറങ്ങി. അവരൊക്കെ പറഞ്ഞു, ഇത്ര നല്ലൊരു സ്വഹാബി, ഇത്ര നല്ലൊരു മനുഷ്യൻ, ഇത്ര നല്ല ഒരു ഗവർണർ വേറെയുണ്ടോ എന്ന് സാധ്യതകളെ പറ്റി പുകഴ്ത്തുകയാണ്. ഒരു വിഭാഗം ആളുകൾക്ക് പരാതിയാണ് ഉണ്ടായത്. ഒരു വിഭാഗം ആളുകൾ. ഉമർ റളിയല്ലാഹു തആല അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. മഹാനവറുകളെ സംബന്ധിച്ച് അന്യായം പറഞ്ഞ ആളുകളെയും വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താണ് സഅദ് എന്നവർക്ക് കുഴപ്പം? ഉസാമത്ത് ഇബ്നു ഖതാദ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് കൂഫയിൽ. അയാൾ പറഞ്ഞു, ഉമർ എന്നവരെ ഒരു സൈന്യവും സഅദ് എന്നവർ ഇതുവരെ അയച്ചിട്ടില്ല. ഞങ്ങളൊക്കാർക്കും നീതിയുക്തമായി ഇസ്ലാമിന്റെ സ്വത്ത് ഓഹരി വെച്ചു തരുന്നില്ല, വിധി കൽപ്പിക്കുമ്പോൾ നീതി ചെയ്യുന്നില്ല. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെയ്യാത്തത് എന്നെപ്പറ്റി പറയുകയാണോ? അമാ വല്ലാഹി ലഅദ്ഉവന്ന ബിസലാസ്, ഇതിന് മറുപടിയായി 3 ദുആയാണ് ഞാൻ ചെയ്യുന്നത്. ദഅവത്തുൽ മദ്ലൂം ലൈസ ബൈനഹു വബൈനല്ലാഹി ഹായിൽ, ആക്രമിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ വേദനയും ആ മനുഷ്യന്റെ വേദനയിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്കും അല്ലാഹുവിനിടയിൽ മറയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആക്രമിക്കപ്പെടുന്ന ആൾ, വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ആൾ, പീഡനത്തിന് ഇരയായി എന്ന് തോന്നുന്ന ഒരാൾ, വഞ്ചനയ്ക്ക് വിധേയമായി എന്നറിയുന്ന ഒരാൾ, അയാളുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരാണിന്റെയോ പെണ്ണിന്റെയോ മനസ്സിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയും അല്ലാഹുവിന്റെയും ഇടയിൽ മറയില്ലെന്ന് നബി തങ്ങൾ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ ദുആയാണ്. എന്താ സാധന ദുആയെന്നറിയോ? സാദ് തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാന അബ്ദുക ഹാദാ കാദിബാ, അല്ലാഹുവേ, ഈ മനുഷ്യൻ ഉസാമത്ത് ഇബ്നു ഖതാദ എന്ന ആൾ എന്നെപ്പറ്റി പറഞ്ഞത് നുണയാണെങ്കിൽ, നാലാള് കേൾക്കാനും ആളുകളിൽ കുപ്രസിദ്ധി നേടാനുമാണ് ഉസാമത്ത് ഇബ്നു ഖതാദ എനിക്കെതിരെ കുറ്റം പറഞ്ഞത് എങ്കിൽ, അല്ലാഹുമ്മ ഫഅസിൽ ഉംറഹു,
അല്ലാഹുവേ ഈ മനുഷ്യന്റെ ആയുസ്സങ്ങ് വല്ലാണ്ട് നീട്ടിക്കൊടുക്കണേ റബ്ബേ. ഒരുപാട് ആയുസ് കൊടുക്ക്. മരിക്കണമെന്ന് കൊതിച്ചിട്ടും മരിക്കാൻ പറ്റാത്ത ആയുസ്. അത്തുൽ ഉംറ വഅത്തുൽ ഫഖറഹു. അല്ലാഹുവേ ദാരിദ്ര്യം കൊടുക്ക് റബ്ബേ. വഅരിദുഹു ബിൽ ഫിതൻ. ആ മനുഷ്യനെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കണമേ എന്ന് 3 വചനങ്ങൾ ചൊല്ലി സഅദ് റളിയല്ലാഹു അൻഹു. സംഭവിക്കാൻ പോവാണ്. എന്താ പറഞ്ഞത്? അല്ലാഹുവേ ഈ മനുഷ്യനെ പടുത്തൊന്ന് മരിപ്പിക്കല്ലേ. പിന്നെ കടുത്ത ദാരിദ്ര്യം കൊടുക്ക റബ്ബേ. പിന്നെ പറഞ്ഞു അല്ലാഹുവേ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കണം. ഇയാൾക്കങ്ങ് വയസ്സായില്ലേ? കൂഫക്കാര് പറയാ, ഞങ്ങൾ ഇയാളെ കാണുമ്പോ, ഉസാമത്ത് ബിൻ ഖതാദയെ കാണുമ്പോ അയാളുടെ കൺപോളകൾ കണ്ണിലേക്ക് താഴെ വീണ്, വയസ്സായി കൺപോളകൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ കൺപോള പോലും താഴെ വീണ് കണ്ണു തുറക്കാൻ കഴിയാത്ത വാർദ്ധക്യത്തിലെത്തി. കൂഫയിലെ പെൺകുട്ടികളോട്, അങ്ങാടിയിലൂടെ നടക്കുന്ന അടിമ പെൺകുട്ടികളോടൊക്കെ ഭിക്ഷയാചിച്ച് നടക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഇത് കാണുമ്പോ ആ മനുഷ്യൻ പറയും, ശൈഖുൻ കബീറുൻ മഫ്തൂൻ അസ്വാബതനി ദഅവതു സഅദിൻ. സഅദിന്റെ ദുആയാണ് എനിക്ക് പറ്റിയത്. എനിക്ക് സഅദിന്റെ ദുആയാണ് പറ്റിയത്. ഫിത്നയിൽ അകപ്പെട്ട ആളാണ് ഞാൻ, പരീക്ഷിക്കപ്പെട്ട ആളാണെന്ന് മരിക്കുന്നവരെ 100 കഴിഞ്ഞിട്ടും മരിക്കാതെ വാർദ്ധക്യത്തിന്റെ അവശതകളിൽ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് മരിച്ചുപോയ ഉസാമത്ത് ബിൻ ഖതാദ എന്ന് പറയുന്ന ആൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അന്യായമായത് പറയുകയോ, അന്യായമായത് എഴുതുകയോ, അന്യായമായത് പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകൾക്കുള്ള പാഠമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതൊരു ദുൽമാണ്. ഒരു മനുഷ്യന്റെ ഫീലിംഗ്സ് ഹേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ മാനസിക അവസ്ഥകളെ പരിഗണിക്കാതെ, ഒരു മനുഷ്യന്റെ മാനസിക അവസ്ഥകളെ ഗൗനിക്കാതെ ഗീബത്തും നമീമത്തും സോഷ്യൽ മീഡിയകളിലും അല്ലാതെയും പരസ്യമായും രഹസ്യമായും ഗീബത്തുകളും നമീമത്തുകളും പറഞ്ഞുവിടുന്ന കാലമാണിത്. ഉസാമത്ത് ബിൻ ഖതാദയെ ചരിത്രം ഓർക്കുന്നത്, സഅദ് റളിയല്ലാഹു അൻഹു റബ്ബേ എന്നെപ്പറ്റി ഇല്ലാത്തത് പറഞ്ഞ ഈ മനുഷ്യന് അല്ലാഹുമ്മ അത്തിൽ ഉംറ വഅത്തിൽ ഫഖറ, അല്ലാഹുവേ വഅരിദുഹു ലിൽ ഫിതൻ എന്ന 3 പ്രാർത്ഥന അയാളിൽ ഫലിക്കുകയാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.